ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു. ഞാനിപ്പോൾ എവിടെയെന്ന് അറിയാമോ? ഈ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഹോം ടൂറൊക്കെ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ആരുടെ വീടാണെന്നത്? ഈ കാറ് നോക്കിയേ, ഈ കാറ് കണ്ടിട്ടല്ല പരിചയമുണ്ടോ? പരിചയമുണ്ടോ? എന്നാൽ ഞാനൊരാളെ കാണിച്ചു തരാം. ഇയാളെ പരിചയമുണ്ടോ നോക്കണേ. ഇയാളെ പരിചയമുണ്ടോ? ഞാൻ നമ്മുടെ അച്ചായത്തിന്റെ വീട്ടിൽ വന്നേക്കാം കേട്ടാ. ഞങ്ങൾ ഉച്ചയായില്ല വന്നപ്പോ, ഞങ്ങൾ 2 മണിയൊക്കെ ആയിപ്പോ വന്ന്. ആ ചാമ്പയ്ക്ക ഞങ്ങൾ ഉച്ചയായിപ്പോ വന്നത്. ഞങ്ങളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പം അതിനു വേണ്ടിക്ക് വന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലെ വൈഫൈ കറണ്ട് പോയേക്കെ. രാവിലെ പോയതാണ്, പൂപ്പത്തിലൊക്കെ കറണ്ട് കിട്ടാ. രാവിലെ 9 ആയപ്പോഴും കറണ്ട് പോയി. അപ്പം വൈകുന്നേരം 6 മണിക്ക് വരുള്ളൂ. അവിടെ ലൈനിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം വൈഫൈ ഒക്കെ പോയി കിടക്കുകയാണ്. അപ്പം നമുക്ക് മീറ്റിംഗ് അർജന്റ് ആയിരുന്നു, അതുകൊണ്ട് പേര് വന്നതാണ്. അപ്പോൾ ദേ ഞാനുണ്ട്, എൻ്റെ പമ്മൂസ് ഉണ്ട്, ദേ നമ്മുടെ അച്ചായൻ കയറാൻ പോകുന്നുണ്ട്. അച്ചായൻ ദേ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി മരത്തുമ്പോൾ കയറാൻ പോകുന്നു. ചങ്കകളെ എടാ, നീ മതിലുമ്മ കയറി പറിക്കണേ. അത് പറിക്കണ്ട, പറിച്ചോ? ഓയ്യോ, കഷ്ടമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് ഒരു ചാമ്പയ്ക്ക അത് വെച്ചത് അച്ചായൻ കയറി അത് തല്ലി പറിച്ചത് അവൾ കൊടുത്തു. ഞാനത് വീഡിയോ എടുക്കാൻ അപ്പം മരം കയറുന്ന അച്ചായന്, മതിൽ കയറുന്ന അച്ചായനെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇതേ അച്ചായന് വ്ളോഗാണ്. അച്ചായ ഇതേ ചാമ്പയ്ക്കണ്ട നമ്മുടെ അച്ചായൻ്റെ വീട്ടിൽ ഇതുണ്ടായി. അയ്യോ, ഇതിൻ്റെ സൈഡിൽ ഇത് ആരാ കടിച്ചേ? ഇത് മറ്റേ ഇത് കടിച്ചതാ. ഇതിക്ക് നിറച്ചും ചാമ്പയ്ക്ക. നല്ല നല്ല മധുരോട്ടാ, നല്ല അടിപൊളി ചാമ്പയ്ക്ക. ഇവിടെ ഒന്നുമില്ല, കൊറേ പുല്ല്. എന്റെ മാതാവേ, ഇങ്ങനെ നിന്നോണ്ട് മുകളിലേക്ക് കല്ലെറിഞ്ഞേക്കണം. നേരെ താഴേക്കല്ലേ വരുള്ളൂ. ഇത് മറ്റേ ഗുരുത്വാകർഷണം പരീക്ഷ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ ആപ്പിൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് എന്റെ പൊന്നെ അച്ചായ, അത് കല്ല് താഴേക്ക് തന്നെ വീഴുള്ളൂ, തലയിലേക്ക് തന്നെ വീഴുള്ളൂ. കൂടെ റഹീം ചാമ്പയ്ക്ക് പറിച്ചു തരാനുള്ള വെപ്രാളത്തിലാണ് നമ്മുടെ അച്ചായൻ. എടി ബിനീഷ കണ്ട, നിന്റെ കെട്ടിയോനെ കണ്ട, എന്തൊരു ഇതൊക്കെ ചാമ്പയ്ക്ക് പറിക്കാനായിട്ട് എന്തൊരു ഇതാണ് ജിജ്ഞാസ നോക്കിയണ്ട. ബിനീഷ അച്ചായനുള്ളത് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ബിനീഷ അച്ചായനിട്ട് നന്നായിട്ട് കൊടുക്കും. എന്താണ് മനുഷ്യൻ നിങ്ങളുള്ള ചാമ്പയ്ക്കൊക്കെ ആ പെണ്ണുപിള്ളിക്ക് പറിച്ചു കൊടുത്തതെന്നറിയില്ലേ? ഇല്ലേ? പോയി കഴിയുമ്പോൾ പറയും, ആ പെണ്ണുപിള്ള വന്നിട്ടുള്ള ചാമ്പയ്ക്കൊക്കെ നിങ്ങൾ പറിച്ചു കൊടുത്തല്ല. പെണ്ണുപിള്ളിക്ക് കിളവി തള്ള വന്ന് ഒക്കെ പറിച്ചതേക്ക്. ഏതാ? അത് നല്ല രസമായിരിക്കുമല്ലോ. ഈ ചാമ്പയ്ക്ക് ഈ കളറാണെന്ന് പറയണേ, പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടിയപ്പോ ഇങ്ങനത്തെ കിട്ടിയത്. അപ്പൊ ഇതിനേക്കാൾ പഴുത്ത് എവിടെങ്കിലും ഒക്കെ നിക്കണുണ്ടാവും ഞങ്ങളെ. ഇവരെ എവിടെ എത്തുമ്പോ മാങ്ങിണ്ട്. അതെ, ഇത് മാങ്ങിണ്ട്. അത് ഉറുമാമ്പഴം, ഇത് സീതപ്പഴം എന്ന് പറയും. ഇത് സീതപ്പഴം എന്ന് പറയും, ഉറുമാമ്പഴം എന്ന് പറയും. മധുരം അതെ, പഴുക്കുമ്പോഴല്ലേ. ഇത് നിന്ന് പഴുത്താ? പക്ഷെ ചെറിയ മാവല്ലോ, 2 ആയിട്ടുള്ളൂ തോന്നല്ലേ. പേരക്കുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഈ പറമ്പിൽ ഇവര് ഇപ്പൊ പുതിയതായിട്ട് വന്ന് താമസിക്കുന്ന വീടാണ് കേട്ടോ. നല്ല അടിപൊളി വീടൊക്കെയാണ്. അപ്പം ഇവിടെ ചാമ്പയ്ക്കുണ്ട്, മാവുണ്ട്, വേപ്പുണ്ട്, പേരക്കുണ്ട്, പിന്നെ ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ട്. എടി ബിനുഷേ, ആ സപ്പോർട്ട പറിച്ച് പൊതിഞ്ഞ് വെച്ചോളട്ടെ പഴുത്ത് തിന്നാനായിട്ട്. ഒരെണ്ണം വലുതായിരുന്നു ആ സൈഡിൽ, അല്ലെങ്കിൽ അത് കൊണ്ട് മറ്റേ വവ്വാല് തിന്നേ. അപ്പൊ പഴുത്ത മാങ്ങ കത്തി എടുത്തണ്ട, കത്തി എടുത്തണ്ട, കഴുകി കത്തി എടുത്തണ്ട. അപ്പൊ ഇവിടെ ഉണ്ടായ ഫലപുഷ്ടിയുള്ള നല്ല ചാമ്പയ്ക്ക് കിട്ടി. നല്ല കുറച്ചുണ്ട് കുരുന്ന് മാതള നാരങ്ങ ചെറുതാണല്ലോ, ഓറഞ്ച് ടൈപ്പ് നാരങ്ങില്ല. അതാ കറി നാരങ്ങ അല്ല, തിന്നണ നാരങ്ങ. ചെറുനാരങ്ങ ഓറഞ്ച് കളർ ഇത്ര ഉണ്ടാവുള്ളൂ, ചെറുനാരങ്ങ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇത് മറ്റേ ബഡ് വേഗം ഉണ്ടായത് കണ്ട. ഇതല്ല, അതല്ലത്, അത് വേറെ, അത് കാട്ടിലാണ് സാധനം. അപ്പൊ ഇതേ നമ്മുടെ ബിനീഷ ഞങ്ങൾക്ക് ആ മാങ്ങ അതും ഉണ്ടായി. ഒരു മാങ്ങയാണ്,
എടുക്കടി. സാധാരണ ഞങ്ങൾ ആർക്കും കൊടുക്കാത്ത നിങ്ങൾ അതുകൊണ്ട് ഫ്രീ. എന്റെ പൂനെ കേട്ടോ, വെറുതെ ഒന്നിനും പറഞ്ഞ കേട്ടില്ല. സാധാരണ ഞങ്ങൾ ആർക്കും തിന്നാനൊന്നും കൊടുക്കാറില്ല വന്നു കഴിഞ്ഞാ. നമ്മളായത് കൊണ്ട് അവർ തന്നത് നമുക്ക്. പുഴുണ്ടോ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ദേ നമുക്ക് മാങ്ങ കിട്ടി. ഇസാ ഇസ കൊടുക്ക. ഇസാ മാങ്ങാട്ടെ മാങ്ങാട്ടി എടുത്തു. ഇതിന്റെ തൊലിയപ്പാട് തന്നെ നല്ല രസോട്ടാ. പിന്നെ തൊലി നിന്നില്ല. ഒരാള് അതെ പിന്നെ തിന്നോളെ തൊലിയെ ഞങ്ങൾക്ക് തൊലിയായിട്ടാണ് ഞാൻ കാലത്ത് ചില മാങ്ങ എടുത്തോണ്ട് നല്ല രസാ. അവിടെ ചക്ക ഈ മേൽഭാഗത്ത് ഇതുപോലെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ അതിന്റെ മുകളിൽ കേറിട്ട് അവിടെ ചാറിന് വീഡിയോ ഒക്കെ എടുക്ക്. അവിടുന്ന് ചാറിന് വീഡിയോ ഒക്കെ എടുക്ക് കേറിട്ട്. നല്ല രീതിയിൽ നടന്നു പോകണം. അല്ല, മുകളിൽ ഒരാൾ ഡൈവ് ചെയ്യാ, ഒരാൾ പിടിക്കുക. അപ്പൊ നല്ല രസമായിരിക്കും അതൊക്കെ. ഒരു കുഞ്ഞിപ്പെണ്ണുണ്ട് കേട്ടോ ഇവിടെ, റബിന്റെ ഫ്രണ്ടിന്റെ മോളല്ലേ, ബിനിഷയുടെ ഫ്രണ്ടിന്റെ മോള്. ഇടി ആ മാങ്ങണ്ടി കാട്ടി കളയിടി, അതിനെ നീ തേജോവധം ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ, എല്ലാവരും അടിപൊളിയാണ്. നല്ല സൂപ്പർ മാങ്ങ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ആ മാങ്ങ നോക്കി വെച്ചോട്ടോ, കെട്ടിട്ടോ, കവറിട്ട് കെട്ടിട്ടോ, കഴുത് കൊണ്ടുപോകണ്ടിട്ടാ വവ്വാല് കൊണ്ടുപോകണം. അവിടെ മൂവാണ്ട മാങ്ങ അത് മറിച്ചു ചോദിച്ചിട്ടില്ലേ. അത് ഞങ്ങൾക്ക് മൂവാണ്ട മാങ്ങ നല്ല രസം, പച്ചക്ക് പൊട്ടിനെ തനിച്ചത് തിന്നാനായിട്ട്. ഇന്നലെ ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു, കുറച്ച് 1 കിലോ വാങ്ങിച്ചിട്ട് പറ്റില്ല. അപ്പൊ ഞങ്ങള് മാങ്ങണ്ടിക്ക് ഈസാന മാങ്ങണ്ടിക്ക് കൂട്ടിട്ടി, മാങ്ങണ്ടിയുടെ കൂടെ പോയിക്കോ, മാങ്ങണ്ടിയുടെ കൂടെ പോയിക്കോ. അപ്പൊ ഞങ്ങള് ഭയങ്കര കൂട്ട് അല്ലേ. അതെ പാടാ പാടാ ബന്ധോളൂ. ഒരു കുടുംബശ്രീ ബന്ധമല്ലേ. കൊച്ചൊന്ന് പോവാൻ ഏത് കൂണ്? വേണ്ടട്ടോ, ആ ഇടിവെട്ടിന് പൊന്തണ തിന്നണ കൂണാ. ആ അപ്പൊ ഇനിയിപ്പോ തിന്നണ്ട, ഇനിയിപ്പോ തിന്നണ്ട. നല്ലപോലെ വിരിഞ്ഞിരിക്കണേ. ആ അതൊക്കെ കുറച്ചും കൂടെ അയക്കുമ്പോ കെട്ടി വെക്കണം കേട്ടോ കവറിട്ട്, അല്ലെങ്കിൽ അതൊക്കെ അതിപ്പോ എല്ലാരും വാങ്ങിച്ച് വെച്ച് എല്ലാരും തന്നെ നല്ല സാധനം തിന്നാൻ നല്ല ടേസ്റ്റ്, ഭയങ്കര പൈസയുമാണ്. അപ്പൊ ടാറ്റ ബൈ ബൈ ചങ്കളെ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ബിനിഷ. അപ്പൊ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ്സുകൾ കുറെ തരണം അല്ലെ. അതന്നെ. അപ്പൊ ഓക്കെ ടാറ്റാ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതന്നെ. ബൈ ബൈ, ലവ് യു ഓൾ. ഓക്കെ ടാറ്റാ. Subscribe now, your funniest YouTube channel, Archangel.